പേപ്പൽ സിംഹാസനത്തിന്റെ 267 അവകാശിയായി തിരഞ്ഞെടുക്കപ്പെട്ടതു മുതൽ നിലപാടുകളിലെ കൃത്യതയും സമീപനങ്ങളിലെ ഹൃദ്യതയും പെരുമാറ്റത്തിലെ ആർദ്രതയും കൊണ്ട് സഭയുടെ നല്ല ഇടയന്റെ സവിശേഷതകൾ ജീവിതം കൊണ്ട് പ്രഘോഷിച്ച ലയോ 14 പാപ്പ ഇപ്പോഴിതാ തന്റെ ആദ്യ അപ്പസ്തോലിക സന്ദർശനം തുർക്കിയിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇസ്ലാമിക രാജ്യമായ തുർക്കിയിൽ വെച്ച് ക്രിസ്തുവിനെ പ്രവാചകനായി മാത്രം കാണുന്ന പ്രവണതയ്ക്കെതിരെയും അവിടുന്ന് ജീവിക്കുന്ന സത്യദൈവമെന്നും പ്രഘോഷിച്ച് പാപ്പ നടത്തിയ പ്രസംഗം വൈറലാകുകയാണ്. ആദ്യ സന്ദർശനത്തിന് തുർക്കിയുടെ മണ്ണ് തിരഞ്ഞെടുത്തതു മുതൽ അവിടെ നടത്തിയ സന്ദർശനത്തിലുടനീളവും അവിടെ പാപ്പ പ്രഘോഷിച്ച വാക്കുകളിലും ഇടപഴകലുകളിലും സഭയുടെ സത്യവിശ്വാസത്തിനും പാരമ്പര്യങ്ങൾക്കും പാപ്പ നൽകുന്ന പ്രാധാന്യം വളരെ വ്യക്തമായിരുന്നു. AD 325 ഇന്നത്തെ ഇസ്നിക്കിൽ ചേർന്ന നിക്യ സുനഹദോസിൽ വെച്ച് അന്ന് വരെ ഉടലെടുത്ത സ്വയപ്രഖ്യാപിത പാഷണ്ഡതകളെ തച്ചുടച്ച് സഭാപിതാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് നിന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്തിയ വിശുദ്ധ നിയോഫൈറ്റസിന്റെ ബസിലിക്കയുടെ ഇന്നത്തെ പൗരാണിക ശേഷിപ്പുകൾക്ക് മുകളിൽ നിന്ന് 1700 വർഷങ്ങൾക്ക് ശേഷം അതേ വിശ്വാസ പാരമ്പര്യങ്ങളുടെ പിന്മുറക്കാരായ സഭാ തലവന്മാർ ഒത്തുചേർന്ന് നിക്യ വിശ്വാസ പ്രമാണം വീണ്ടും ഉറക്കെ ഏറ്റുചൊല്ലിയ ചരിത്ര നിമിഷങ്ങളും ക്രൈസ്തവ ചരിത്രത്തിൽ തങ്കലിപികളിൽ കുറിക്കപ്പെട്ട നിമിഷങ്ങളായി മാറി. നമ്മെ ദൈവിക സ്വഭാവത്തിൽ പങ്കാളികളാക്കാനായി യേശു ക്രിസ്തുവിലൂടെ നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്ന ദൈവത്തിലുള്ള വിശ്വാസമാണ് അന്ന് നിക്കയിൽ എന്ന പോലെ ഇന്നും അപകടം നേരിടുന്നത് എന്ന പാപ്പയുടെ പ്രസ്താവന വിശ്വാസം നേരിടുന്ന വെല്ലുവിളികളിലേക്ക് വെളിച്ചം വീശുന്നവയായിരുന്നു. ഒരു മഹാചരിത്ര വ്യക്തിയായി, ജ്ഞാനിയായ പ്രബോധകനായി, നീതിക്ക് വേണ്ടി പോരാടിയ ഒരു പ്രവാചകനായി മാത്രം യേശുവിനെ ചുരുക്കുന്നു. നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന സത്യദൈവം എന്ന നിലയിൽ ചരിത്രത്തിന്മേലുള്ള അവിടുത്തെ ആധിപത്യം മറയ്ക്കപ്പെടുന്നു എന്ന പാപ്പയുടെ വാക്കുകൾ അന്ന് നിക്കയിൽ ആര്യനിസത്തിനെതിരെ മുഴങ്ങിയ ധീരസ്വരങ്ങളുടെ തനി ആവർത്തനമായ സിംഹഗർജനമായി മാറി. 1700 വർഷങ്ങളുടെ ഓർമ്മ പുതുക്കൽ മാത്രമായിരുന്നില്ല തുർക്കിയിൽ നടന്നത്. മറിച്ച് ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സഭകളുടെ ആഗോള തലവന്മാർ ഒത്തുചേർന്ന് അതേ നദിക്കരയിലെ പൗരാണിക മണ്ണിൽ നിന്നും നിക്യ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലിക്കൊണ്ട് അഭിനവ ആര്യനിസങ്ങളുടെ ഭീഷണിക്കെതിരെ ശബ്ദമുയർത്തുകയായിരുന്നു. ബ്ലൂ മോസ്ക് സന്ദർശനത്തിൽ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ക്ഷണിച്ചതിനെ ദാറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് വിനയപൂർവ്വം നിരസിച്ച നിലപാട് അപരന്റെ വിശ്വാസത്തോടുള്ള ബഹുമാനവും സ്നേഹവും സ്വന്തം വിശ്വാസത്തോടുള്ള പ്രതിബദ്ധതയും രണ്ടും രണ്ടാണെന്ന് കൃത്യമായി പറഞ്ഞുവെച്ചു. ലോകകാര്യങ്ങളല്ല, സുവിശേഷമാണ് തന്റെ പ്രധാന ധർമ്മമെന്ന് പറഞ്ഞുവെച്ച വലിയ ഇടയൻ ലയോ എന്ന പേര് പോലെ നിലപാടുകളുടെ ഒരു സിംഹഗർജനം തന്നെയാണ് തുർക്കിയുടെ മണ്ണിൽ നിന്നും ലോകത്തോട് പ്രഘോഷിച്ചിരിക്കുന്നത്.